ഹേ ഗൈസ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഗൈസ് അങ്ങനെ നമ്മൾ 2 ചാലഞ്ച് വീഡിയോ കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നു. ഏതാണ് ഗസ്ത ഗെയിംസ് ചാലഞ്ചും ഗസ്ത സെലിബ്രിറ്റി ചാലഞ്ചും ചെയ്തത്. ഗൈസ് 2 പാർട്ട് 2 ആണ്. ഗൈസ് ഒരു പാർട്ട് 2 കൂടി വരാണ്ട്. ഗസ്ത മൂവി ചാലഞ്ചിൻ്റെ പാർട്ട് 2 വരാണ്ട്. ഗൈസ് ചാലഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒന്നിക്കൽ നാളെയോ മറ്റന്നാളായിട്ട് ഞാനത് അപ്ലോഡ് ഈ വീഡിയോ വന്നു കഴിഞ്ഞിട്ട് 2 ദിവസം കഴിഞ്ഞാൽ അത് അപ്ലോഡ് ചെയ്യാം. ഗൈസ് ഗസ്ത മൂവി ചാലഞ്ച് പാർട്ട് 2 ഗൈസ് ഇപ്പോൾ തന്നെ വീഡിയോ എല്ലാവരും ലൈക്ക് അടിക്കുക, അതുപോലെ തന്നെ ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഗൈസ് നമുക്ക് കുറച്ച് പരിപാടികളുണ്ട്. ഗൈസ് ആദ്യം പഴയ വീട്ടിലേക്ക് പോകണം. അവിടെ ബിരിയാണി ഉണ്ട്, ചിക്കൻ ബിരിയാണി. ഗൈസ് നമുക്ക് കഴിച്ചിട്ട് വരാം. സമയം ഉച്ച 2:30 ആയിട്ടാ. ഗൈസ് ലേറ്റായി ഇന്ന് ഫുഡ് കഴിക്കുക. ഗൈസ് 2-3 ദിവസമായിട്ട് നല്ല വെയിലാണ്, മഴയില്ല. ഗൈസ് ഫുഡെല്ലാം കഴിച്ച് ഞാൻ വീട്ടിലേക്ക് പോലായി. ഗൈസ് കുറച്ച് സമയം പാട്ടെല്ലാം കേട്ട് ചില്ലായിട്ട് ഗൈസ് എന്തായാലും കുറച്ച് കഴിഞ്ഞിട്ട് വരാം, എന്തെങ്കിലും വിശേഷം ഉണ്ട് വരാം. ഇന്ന് ശരിക്കും പറഞ്ഞാൽ ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാൻ കാരണം ഞാൻ മാർക്ക് ടോക്ക് എൻ്റെ മുമ്പത്തെ ചാനലില്ലേ ഗൈസ്, എൻ്റെ മുമ്പത്തെ ചാനലിൽ ഞാൻ ഡെയിലി ലൈവ് ചെയ്യും, ഡെയിലി നൈറ്റ് ലൈവ് ചെയ്യുന്ന സമയത്ത് എന്നെ സപ്പോർട്ട് ചെയ്യുന്ന കുറച്ച് ഒരു 5-8 പേരുണ്ട് ഗൈസ്. 5-8 പേര് ഇന്നലെയാണ് ഞാൻ മെസ്സേജ് കണ്ടേ. ഞാൻ അവർ ഇട്ടേന്ന് അറിയില്ല. ഞാൻ ഇന്നലെ എൻ്റെ QR മൈക്ക് ഒഫീഷ്യൽ എന്ന് പറഞ്ഞാൽ ഇൻസ്റ്റാ പേജ് ഞാൻ ഇങ്ങനെ നോക്കുകയായിരുന്നു. അന്നേരം എൻ്റെ 2 മെസ്സേജ് ഉണ്ട്, ഡെയിലി ലൈവ് ചെയ്യും, മാർക്ക് ടോക്കെല്ലാം സപ്പോർട്ട് ചെയ്യുക, അങ്ങനെ അവരെ പേര് ഞാൻ അവർ പറഞ്ഞിനി, പക്ഷെ ഞാൻ മറന്നുപോയി. എന്തായിരുന്നു അർജുനോ അങ്ങനെ എന്തോ പേരുണ്ടായി, ഞാൻ കറക്റ്റ് മറന്നുപോയി. കേസ് നിങ്ങളോട് ഞാൻ ചോദിക്കുന്നത്, ഡെയിലി ലൈവ് വേണമെങ്കിൽ കേസ് നിങ്ങൾ കമൻറ്റ് ചെയ്യുക, അല്ലെങ്കിൽ ഇങ്ങനെ ഞാനിപ്പം ചെയ്യുന്ന മാതിരി മാസത്തിലൊരു ലൈവ് ചെയ്യുക. പക്ഷെ ലൈവ് ചെയ്യണമെന്ന് വെച്ചാൽ സ്ട്രീമിങ് ചെയ്യണം കേസ്, സ്ട്രീമിങ് ചെയ്യണം, കുറച്ച് സെറ്റപ്പ് ആക്കാറുണ്ട്. അല്ലെങ്കിൽ ഞാൻ കഴിഞ്ഞ ലൈവ് ചെയ്തത് ഫോട്ടോ റിയാക്ഷൻ അല്ലേ, അല്ലെങ്കിൽ ഇങ്ങനെ എന്തെങ്കിലും ചില യൂട്യൂബേഴ്സ് ചെയ്യുന്ന മാതിരി സബ്സ്ക്രൈബേഴ്സിനോട് ഒന്ന് സംസാരിക്കാൻ വേണ്ടി മാത്രം ലൈവ് ചെയ്യും കേസ്. ചിലപ്പോൾ ഞാൻ അങ്ങനെ ചെയ്യും കേസ്. നിങ്ങൾ പറയാം ഡെയിലി ലൈവ് വേണോ അല്ലെങ്കിൽ ഒരു ഇടവിട്ട് ലൈവ് വേണോ എന്ന് കേസ് നിങ്ങൾ പറയാം കേസ്. ഞാനിങ്ങനെ പറയാൻ കാരണം എന്താ വെച്ചാൽ ഇങ്ങനൊരു മെസ്സേജ് വന്നുകൊണ്ടാണ് കേസ് ഞാൻ ഇങ്ങനൊരു വീഡിയോ ചെയ്യാൻ കാരണം. ഡെയിലി ലൈവ് ചെയ്യുന്നുണ്ട് കേസ്. എനിക്ക് ഡെയിലി ലൈവ് ചെയ്യാൻ വേണ്ടി ഞങ്ങൾക്ക് ബുദ്ധിമുട്ടൊന്നുമില്ല, പക്ഷെ ടാബ് സീനാണ് കേസ്. അങ്ങനത്തെ പ്രശ്നമുണ്ട്. നമ്മുടെ ഫോൺ ലൈവ് ചെയ്യുക, ടാബിൽ നടക്കൂല, എന്തെല്ലോ ആയിട്ടുള്ളത് ഗൈസ്. ഇത് അവിടെ കിടക്കുന്നുണ്ടാ ഗൈസ്. ഇതിനെ കൊണ്ടൊരു ഉപകാരമില്ല. ഇപ്പോൾ ഒരു ക്ലാരിറ്റിയും ഇല്ല, സൗണ്ട് ക്വാളിറ്റി ഇല്ല, ഒരു ഇതില്ല ഗൈസ്. ഒരു മൈക്ക് വാങ്ങൂട്ടെ, ഈ മാസം ഞാൻ ഒരു മൈക്ക് വാങ്ങും ഗൈസ്. എനിക്ക് നല്ല വൃത്തിക്ക് വ്ളോഗും ലൈവെല്ലാം ചെയ്യാം. ഇതിനെ കൊണ്ട് കാര്യമില്ല ഗൈസ്. ഇപ്പോൾ എന്തായാലും പോയി ഗൈസ്. ഇത് എൻ്റെ സൗണ്ടെല്ലാം പോയത് കൂടി എവിടെയോ സ്പീക്കർ എല്ലാം പോയി. പിന്നെ ഗൈസ് ഇതിൻ്റെ ക്യാമറ നോക്ക് നിങ്ങൾ, ഒരു ക്ലാരിറ്റി എന്ന് പറഞ്ഞ സാധനമില്ല കണ്ട. ഞാനിപ്പോൾ വ്ളോഗ് നല്ല അന്നേലും നോക്കറ അതിൽ. അപ്പം നിങ്ങൾ ഇതിൻ്റെ ഇതാ ഗൈസ്, ഇതിൻ്റെ അകത്ത് നിങ്ങൾ കാണുന്ന ക്വാളിറ്റി അല്ല ഇതിൻ്റെ അകത്ത് നിങ്ങൾ കാണുന്നത്. കണ്ട ഒരു ബ്ലറാണ് മൊത്തം ഗൈസ്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഇത് നടക്കില്ല, ലൈവ് ടാബിൽ തന്നെ ചെയ്യാൻ നടക്കില്ല ഗൈസ്. വേണമെങ്കിൽ നിങ്ങൾ നിങ്ങൾ കമൻറ്റ് ചെയ്യുക, അല്ലെങ്കിൽ QR മൈക്ക് ഒഫീഷ്യലിൽ തന്നെ നിങ്ങൾ മെസ്സേജ് അയക്കുക, ഡെയിലി ലൈവ് ആണോ അല്ലെങ്കിൽ ഇങ്ങനെ മാസത്തിലൊരിക്കൽ ലൈവ് ആണോ എന്ന് ഗൈസ്. അത് നിങ്ങളെ ഇതാണ്, നിങ്ങൾ പറയുക ഗൈസ്. ഞാൻ അത് പറയാൻ വേണ്ടി മാത്രം ചെയ്ത വീഡിയോ ആണ് ഗൈസ്. വീഡിയോ ഇഷ്ടപ്പെട്ട് ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ ഗൈസ് ഗസ്ത മൂവി ചാലഞ്ച് പാർട്ട് 2 ഇത് വന്നിട്ട് നാളെയോ മറ്റന്നാളായിട്ട് വരും ഗൈസ്, ഉറപ്പ് ഗൈസ്. ബൈ. ലൈക്ക് അടിക്കുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.